ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മളെ റെഗനോർക്കിൻ്റെ പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ സെക്കൻഡ് വീക്ക് ആണ്, മീൻസ് ആഫ്റ്റർ ഡേ ബ്രേക്കിൻ്റെ സെക്കൻഡ് വീക്കാണ് ഇത്. സോ കുറേ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് 3 kgm ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ പറയുക, ലീഗ് റിവാർഡിൻ്റെ ഇത് വരാൻ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ടങ്ങ് തുറന്നു നോക്കിയതാണ്. നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. എന്തായാലും 105 പ്ലെയറാണ്. ഓക്കെ, സോ ഗെയ്സ് നമ്മളെ ജമ്മു സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കാം ഗെയ്സ്. നമ്മൾ പാക്ക് ഓപ്പണിങ് മാത്രമല്ല, എന്താ പറയുക, നമ്മളെ മാർക്കറ്റ് പീം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം നമുക്ക് രണ്ട് വീഡിയോ ഇടാൻ ഇനിയിപ്പോൾ ടൈം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ വീക്കിലി മേ ബി ഒരു വീഡിയോ ആയിട്ട് ആക്കുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഗെയ്സ് വർക്കൗട്ടില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും അറിയാം ഗെയ്സ്, നമ്മളെ കഴിഞ്ഞ വീക്കിലും ഇതുപോലെ തന്നെയായിരുന്നു. നമ്മളെ അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ടൊന്നും തന്നില്ല, ഒരെണ്ണം പോലും തന്നില്ല. സോ നമ്മൾ സാഡാണ് എന്തായാലും, കാരണം ഒരെണ്ണം പോലും തന്നില്ലെങ്കിൽ പിന്നെ വെറുതെ ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, എന്തോ ഭാഗ്യത്തിന് എന്തൊരു വർക്കൗട്ട് ഇട്ടിട്ടുണ്ട്. സോ വർക്കൗട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. 10 ഷാഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഇവൻറ്റ് കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്. കാര്യമായിട്ട് എന്താ പറയുക, നമ്മൾ ഫസ്റ്റത്തെ ബിഫോർ മറ്റേ ഡേ ബ്രേക്കിന് മുമ്പുണ്ടായിരുന്ന മൈറ്റി വിൻ്റർ കൊള്ളായിരുന്നു. അത്യാവശ്യം 1000 ഷാർട്ട്സൊക്കെ ആക്കാൻ പറ്റി. ബട്ട് ഇത് ഞാനിപ്പം ഒരു വീക്ക് കഴിഞ്ഞിട്ട് പോലും 200 ഷാർട്ട്സ്, ആ ഒരു 250 ഷാർട്ട്സ് ആ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ. സോ ബാക്കിയുള്ളവർ ആരും എങ്ങനെ അറിയില്ല. നിങ്ങൾ ഇപ്പോൾ എത്ര ഷാർട്ട്സ് ഉണ്ടെന്നും ഈ വീക്കിൽ ആരെ പാക്ക് ചെയ്തതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. സോ നമുക്ക് നോക്കാം. വർക്കൗട്ട് ഉണ്ടോ? ഉണ്ടാവില്ല മിക്കവാറും, കാരണം ഇത് കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഫുൾ ആ 3 വീക്കിലേയും കൂടി ചേർത്തിട്ടുള്ളതാണ്. സോ നമ്മൾ അക്കൗണ്ടിൽ എന്തായാലും മെയിനായിട്ട് ഇനി മാർക്കറ്റ് പിക്കാണുള്ളത്. സോ ഓക്കെ, മുഹമ്മദ് സലേൻ്റെ കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, 850 മില്യൺ അല്ല, ഒരു 850K. സോ ഇത് പറഞ്ഞ് ഓപ്പൺ ചെയ്യാം, കാരണം ഇത് നല്ലതാണ് കേസ്. ഇത് നിങ്ങൾ ഡെയിലി ഓപ്പൺ ചെയ്താലും ഒരു വിഷയമില്ല, കാരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 101 പ്ലെയർ അല്ലെങ്കിൽ 100+ പ്ലെയർ കിട്ടും. ഷാർട്ട്സ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഞാൻ കുറേ അക്കൗണ്ടിൽ മാറി ഓപ്പൺ ചെയ്തിട്ടും. സോ ഇതിനകത്ത് ഇപ്പം നമുക്ക് നമ്മളെ മെയിൻ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യണം. മീൻസ് ആകെ 5000 കിട്ടിയുള്ളൂ. സോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഷാർട്ട്സാണ് നമുക്ക് ആവശ്യം. ഓക്കെ, നിങ്ങളിപ്പം ജെംസ് കൗണ്ട് കണ്ട് ഞെട്ടണ്ട, കാരണം നമ്മളെ മറ്റേ എന്താ പറയുക, നമ്മൾ ഡിവിഷൻ പോട്ടേസ് ഡിവിഷൻ റൈവൽസിൻ്റെ തന്നെ നമുക്ക് ജെംസ് ചെയ്യുന്നുണ്ടല്ലോ. സോ അത് ക്ലെയിം ചെയ്തെയാണ്, അന്നേരമാണ് ഇത്രയും ജെമ്മായത്. ഇനിയിപ്പോൾ പാക്കൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ ലക്ക് കണ്ടെയാണ്. സോ 40 ഷാർട്ട്സ് എന്തുകൊണ്ടും വെർത്താണ് ഈസ്, കുഴപ്പമില്ല. ഓക്കെ, നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് നമുക്ക് കാര്യമായിട്ട് ഇപ്പം ഏകദേശം 12,000 ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. നമ്മൾ പാക്ക് ഓപ്പണിംഗ് വീഡിയോസ് എന്നല്ല, ഇപ്പോൾ ഇടുന്ന വീഡിയോസൊന്നും അധികം അങ്ങനെ റീച്ച് കിട്ടാറില്ല. സോ നമ്മൾ കുറേ ആയിട്ട് മീൻസ് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് പറ്റുന്ന പോലെ ഇനിയിപ്പം വീഡിയോ ഇടാം. ആൻഡ് ഓക്കെ, ഫ്രാൻസ് സ്ട്രൈക്കർ 105 പ്ലെയറാണ്. സോ ഇനിയിപ്പോൾ എന്തായാലും നമ്മളൊരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോയും അതുപോലെ തന്നെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ പ്ലസ് മാർക്കറ്റ് പിക്ക് എന്തായാലും ആഴ്ചയിൽ 2 വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള ഷോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ടൈം അനുസരിച്ചിരിക്കും കേസ്, പറ്റുന്ന പരമാവധി നോക്കാം. ഓക്കെ, നിങ്ങളെന്തായാലും ആദ്യമായിട്ട് നമ്മളെ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിൽ ലൈക്ക് കൂടി ചെയ്തേക്കാം. ലക്കൊന്നുമില്ല കേസ്, ഒരക്കൗണ്ടിൽ ലക്കില്ല, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 106 തരണ്ടേ കേസ്, തരൂല ഇവർ. 103, 104, 105 ഇത് ആരാണാവോ ഇനി? റൈറ്റ് മിഡ് 104 തോന്നുന്നു കേസ്, ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം വേണ്ടായിരുന്നു. മീൻസ് കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന ബേസ് പ്ലേയേഴ്സിന് തന്നെ വീണ്ടും തരുന്നത്. ഇവർ കാർഡ്സിനെണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമുക്ക് എന്തായാലും നമ്മളെ എന്താ പറയുക, മൈറ്റി വിൻ്ററിനെയും കൂടി അങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. ഇതിനകത്ത് എല്ലാ കാർഡും ഉണ്ട്. സോ കഴിഞ്ഞ മെയിൻ അക്കൗണ്ടിൽ കിട്ടിയ പോലെ തന്നെ ആയിരിക്കും ഇതിനകത്തും ചാൻസസ്, കാരണം കുറേ എന്താ പറയുക ബേസ് കാർഡ്സ് ഉണ്ടാവും. ആൻഡ് മറ്റേ പുള്ളി കിട്ടാനും ചാൻസ് കൂടുതലാണ്. ഈ പുള്ളീനെ തന്നെ ആയിരിക്കണം മറ്റേ അക്കൗണ്ടിലും കിട്ടിയിട്ടുണ്ടാവുക ഗൈസ്.
ഓക്കെ. സോ നമുക്ക് എന്തായാലും ഇനിയിപ്പം ഇതിനകത്തും കൂടി മാർക്കറ്റ് പിക്ക് ചെയ്യാം. ആൻഡ് 5 ഷാർട്സ് കൊണ്ട് ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല ഞാൻ. സോ എന്തുകൊണ്ടും 101 പ്ലെയർ എടുക്കാം. വെറുതെ ഷാർട്സും കൊണ്ട് വലിയ കാര്യമില്ല. ആൻഡ് നമുക്ക് ഏതായാലും 8000 ടോക്കൺ കൂടി റെഡിയാക്കിയിട്ടുണ്ട്. സോ ബാക്കിയുള്ളതും കൂടി ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഞാനിത് ആദ്യം വെറുതെ ഷാർട്ട് പിക്ക് ചെയ്യാന്ന് വെച്ചു. പിന്നെ ടോക്കൺ സെറ്റ് ചെയ്ത് നമ്മളെ 10,000 ഒരു പിക്ക് ചെയ്യാൻ പോവാണ്, സ്റ്റാർ പിക്ക്. ഇതിനകത്ത് മേ ബി നമുക്ക് 111 അല്ലെങ്കിൽ 109 കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പ്രതീക്ഷയൊന്നുമില്ല ഗെയ്സ്, നമ്മളെ ലക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആരായിരിക്കും ഗെയ്സ്. ഓക്കെ ലാസ്റ്റ് മാത്രം എന്താണ് ഇല്ലാതെ ബാക്കിയെല്ലാം 107 സോ എന്തുകൊണ്ടും കാണുന്നില്ല. സ്റ്റിൽ അത് 107 ആണെങ്കിൽ പോലും ഞാൻ അത് എടുക്കാൻ പോവാണ്. കാരണം ബാക്കിയെല്ലാം കണക്കാണ്, എല്ലാം 107. മേ ബി ഇതെങ്ങനെ ഒരു 108 109 ആണെങ്കിൽ അതിനെ സ്കോഡോട്ട് ഇടാനാണെങ്കിൽ എന്തായാലും വേണ്ട. നമുക്ക് അത് മിക്കവാറും എക്സ്ചേഞ്ച് അടിക്കും ഗെയ്സ്. 107 ആണെങ്കിൽ എക്സ്ചേഞ്ച് അടിക്കും, 108 ആണെങ്കിൽ എടുത്ത് വെക്കും. ഓക്കെ, നമുക്ക് എന്തായാലും പോയി നോക്കാം, ക്ലെയിം ചെയ്യാം. സർപ്രൈസ് ആയിട്ടാണ് ഗെയ്സ്, നമ്മളെ നെറ്റിൻ്റെ ഇഷ്യൂ തന്നെ ആയിരിക്കണം. ഓക്കെ, നെറ്റ് ഇഷ്യൂ കുറച്ചുണ്ട്. ഓക്കെ, പോർച്ചുഗൽ സ്ട്രൈക്കർ നമ്മളെ റൂബൻ ഡേയ്സിൻ്റെ കാർഡാണ്. ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്തത് നമ്മൾ. ഓക്കെ, എന്തായാലും നമുക്ക് എക്സ്ചേഞ്ച് അടിച്ച് കളയാം, ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഈ അക്കൗണ്ടിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു 100 സെൻട്രൽ ബാക്ക് ഉണ്ട്. ഇതിന് കാര്യമായിട്ട് കളിക്കുന്നുമില്ല. അതുകൊണ്ടും ബാക്ക് ഓപ്പണിംഗ് ആണ് നമ്മൾ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ചേഞ്ച് അടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് മിഡ് ഏറിയയിൽ കേസ് 108 പ്ലെയറാണ്, കുഴപ്പമില്ല. ആരൊക്കെയായാലും നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, നമ്മൾ തേർഡ് അക്കൗണ്ടിലൂടെ കണ്ടിട്ടുണ്ട്. തേർഡ് അക്കൗണ്ടിൽ നമ്മൾ അത്യാവശ്യം ജെമ്മ് ആക്കാൻ പറ്റിയില്ല. ഓക്കെ, സ്റ്റിൽ 9000 ഉണ്ട്. 3 പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള ജെമ്മുണ്ട്. എന്തായാലും വോക്കൗട്ട് ഉണ്ട് എന്തായാലും, കാരണം 105 തൊട്ടാണല്ലോ. അതിന് ബാക്കിയുള്ളതാണ് ഇച്ചിരി സീന്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിക്ക് നെറ്റ് നമുക്ക് പണി തരുന്നുണ്ട്. ഓക്കെ, നല്ല ലാഗ് വരുന്നുണ്ട് ഗെയ്സ് ഒരു പാക്കിന് തന്നെ. സോ ഈ സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്കാം, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഗെയ്സ്. ഓക്കെ, ഏതായാലും നോക്കാം. നല്ലൊരു പാക്കായാൽ മതിയായിരുന്നു. ഓക്കെ, ആൻഡ് ഇംഗ്ലണ്ടാണ് സെൻറ്റർ ബാക്ക്. ഫെർഡിനൻഡ് ആണോ? ഓക്കെ, ഹെവൻ്റെ കാർഡാണ്. ഒന്നും പറയാനില്ല ഗെയ്സ്, കാരണം 105 തൊട്ട് 111 വരെ ഉള്ളതിൽ 106 കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യാനാണ്. തേർഡ് അക്കൗണ്ടുമാണ് കാര്യം, പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ഇത് ഒരെണ്ണം ഓപ്പൺ ചെയ്യാം, പറ്റുവാണെങ്കിൽ മറ്റേത് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതന്നെ ഓപ്പൺ ചെയ്യാം ഗെയ്സ്. നമ്മളെ റഗനോർക്ക് എന്ന് വെച്ചാൽ 2 ബാക്കുണ്ട് സ്റ്റിൽ. സോ ഗെയ്സ്, നമ്മൾ നെക്സ്റ്റ് ഏത് ടീമിൻ്റെ സ്കോഡാണ് ബിൽഡ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗെയ്സ്. അതനുസരിച്ച് നമുക്ക് എന്തായാലും അത് ബിൽഡ് ചെയ്യുന്നതാണ് സ്കോഡ്. ഓക്കെ, ഇത് വലിയ ലാഗൊന്നുമില്ലായിരുന്നു, കുഴപ്പമില്ലാണ്ട് നമുക്ക് എന്തായാലും ചെയ്യാം. സെൻറ്റർ ബാക്കാണ് 106 ആണോ? 105 പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഹയസ്റ്റ് കിട്ടിയാൽ നമുക്ക് 108 കുഴപ്പമില്ല എന്തായാലും. ആൻഡ് ഒരു ബാക്ക് കൂടി ബാക്കിയുണ്ട് ഗെയ്സ്. നെറ്റ് നല്ല രീതിക്ക് കറങ്ങുന്നുണ്ട്. ഓക്കെ, സോ ഈ നമ്മൾ ഗെയിമിൽ നിന്ന് ബാക്ക് അടിക്കേണ്ടി വന്നു നെറ്റ് ഇഷ്യൂ കാരണം. എന്തായാലും വിഷയമില്ല, ഒരു ബാക്ക് അങ്ങ് പോയി, 2500 ജെമ്മും പോയി.